കാറ്റത്ത് കിളികൊണ്ട പുതിയ പ്രമോ ശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിക്കുള്ള ഡ്രസ്സും വാങ്ങി, ഹരീഷിനുള്ള ടവലും വാങ്ങി, ചേട്ടനും കൂടെ വണ്ടിയുമ്പോൾ പോരണം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഹരീഷിനോട് പറയുന്നുണ്ട്, ടവലിൻ്റെ 50 രൂപയെ ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് പിന്നീട് വാങ്ങിക്കോളാമെന്ന് പറയും. അയ്യടാ, നിങ്ങളുടെ വിവാഹത്തിൻ്റെ പേരിൽ തന്നെ എനിക്ക് 17,000 ചിലവായത്, ഇനിയിപ്പോൾ തന്നത് തന്നെയെന്ന് പറയും. അതൊന്നും കണക്കൊന്നും പറയല്ലേന്ന് പറയും. അതല്ല, ഇയാൾ കല്യാണം കഴിഞ്ഞതല്ലേ, അതെന്താണ് സംശയം? ഇയാൾക്ക് ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഇതൊക്കെ? എന്ത് ഈ മറ്റുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ അയ്യോ ഒലിപ്പിക്കലൊക്കെ? അയ്യോ ഇല്ലടാ, ഞാൻ നിധിയുടെ സൈസ് ചോദിച്ചപ്പോൾ എനിക്കറിയില്ലല്ലോ, അത് ആ പെണ്ണിൻ്റെ ശരീരത്തിനോട് ഒന്ന് ചേർന്ന് നോക്കിയത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല എന്ന് പറയും. മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ ആയിട്ട് ചേട്ടനും കൂടെ പോകുന്നുണ്ട്. പിന്നീട് അമ്പലത്തിൽ നമ്മുടെ നിധിയോട് സുനന്ദ സുഭാഷിനെ കുറിച്ച് ഇങ്ങനെ വായതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുറിച്ചെറുക്കനാണ്. അപ്പം നമ്മുടെ സുനന്ദയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുമ്പോൾ അമ്മയുണ്ട്, അച്ഛനുണ്ട്, അച്ഛൻ ഗൾഫിലാണ്, പിന്നെ ഒരു അമ്മാവനുണ്ട്, അമ്മാവൻ്റെ മോളും വിദേശത്താണ്. എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനെ എന്നെ ഇഷ്ടമാണ്. പക്ഷെ അച്ഛൻ ഭയങ്കര ടെററാണ്, കൊല്ലുന്നൊക്കെ പറയും, പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സുഭാഷ് ചേട്ടനോടുള്ള ഇഷ്ടം. അവർ സമ്മതിച്ചു തരില്ല, ശത്രുക്കളും അല്ലേ. ഞാൻ 2 നേരം സുഭാഷ് ചേട്ടനെ കാണാൻ വരും, രാവിലെയും വൈകുന്നേരവും ഒക്കെ. സുഭാഷ് ചേട്ടൻ നല്ല കുക്കാണ്. സുഭാഷ് ചേട്ടൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ല രുചിയാണ്. അമ്മ മരിച്ചതിന് ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങി അവരെ നോക്കിയതൊക്കെ സുഭാഷ് ചേട്ടനാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറയും. അപ്പോഴത്തേക്കും 3 വലംവെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുനന്ദേ 3 വലംവെപ്പ് കഴിഞ്ഞല്ലോ പ്രദക്ഷിണം എന്ന് പറയും. അയ്യോ ഇവിടെ 7 നിധി, എന്നാലേ വിചാരിച്ച കാര്യം നടക്കുള്ളൂ. എന്നാൽ സുനന്ദ പോയി വെച്ചോ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും നേർന്നിട്ടില്ല, വലം വെച്ചിട്ട് പോയോ, ഞാനിവിടെ ഇരിക്കാമെന്ന് പറയും. അങ്ങനെ അവർ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു തറയിലിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് നികേഷ് വരും. അപ്പോൾ നികേഷിനോട് ചോദിക്കുന്നുണ്ട്, ഈ സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. 3 വലം വയ്ക്കുന്നതിനുള്ളിൽ 30 പ്രാവശ്യം സുഭാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ സുഭാഷ് ചേട്ടന് വേറെ കല്യാണം ആലോചിക്കുന്നത്? അതൊരു കഥയാണ് ചേച്ചി, അത് നടക്കില്ല. അതെന്താ? വഴക്ക് തന്നെ പ്രധാന കാരണം. അറിഞ്ഞൂടെ, നമ്മളെ വീട്ടിലേക്ക് എന്തായാലും അവർ കൊടുക്കൂല ചേച്ചി. സുനന്ദ ചേച്ചി പാവമാണ്, പക്ഷേ അത് നടക്കില്ല, നമ്മളിനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും. ആണോ, പോട്ടെ, സാരമില്ല എന്ന് പറയും. എന്നിട്ട് പിന്നീട് സുനന്ദ വരും. അങ്ങനെ ഒരു 3 പേരും കൂടെ അമ്പലത്തിൽ നിന്ന് തിരിച്ചൊക്കെ പോകുന്നുണ്ട്. പിന്നീട് നിധിനെ കാണിക്കുന്നത്, നിധി റൂമിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുതീഷ് വരും. എനിക്കങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കും. വായോ എന്ന് പറയും. അതെ, ഇയാൾക്ക് 2 സർപ്രൈസ് ഉണ്ടെന്ന് പറയും. ആണോ, എന്താ അതെന്ന് ചോദിക്കും. ഒന്നാമത്തത് നല്ലൊരു നമ്പർ 1 ഏറ്റവും വലിയൊരു ഒരു ബിൽഡേഴ്സിൽ തനിക്ക് ഒരു ജോലിയുടെ കാര്യത്തിന് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയും, കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ കമ്പനി എന്ന് പറയും. ആണോ, ഭയങ്കര സന്തോഷമാവും അപ്പം നിധിക്ക്. രണ്ടാമത്തെ കാര്യം, കയ്യിൽ മടക്കി വെച്ച നൈറ്റിന്, പക്ഷേ രണ്ടാമത്തെ സർപ്രൈസ് ചോദിക്കുന്നില്ല. അപ്പോൾ നിധി ഭയങ്കര സന്തോഷമാവുണ്ട്. അതിന് മുന്നേ ആദ്യത്തെ സർപ്രൈസ്, എനിക്ക് താമസിക്കാൻ വേറൊരു റൂം ശരിയായോ എന്നാണ് ചോദിക്കുന്നത്. അതല്ല എന്ന് പറയും. അതല്ലേ പിന്നെ ഇതെന്ന് പറഞ്ഞപ്പോഴും ഇഷ്ടമായി, ഇത് കിട്ടിയാൽ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറയും, ഈ ജോലി കിട്ടിയാലോ. അതെ ശരിയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് സർട്ടിഫിക്കറ്റൊക്കെ വേണ്ടേന്ന് ചോദിക്കും. ഇത് നമ്മുടെ സുഭാഷ് ചേട്ടന് വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ, സുഭാഷ് ചേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് സർട്ടിഫിക്കറ്റൊക്കെ പിന്നെ കൊടുത്താൽ മതി എന്ന് പറയും. ആണോ, അപ്പോൾ സമാധാനമായി എന്ന് പറയും. എന്നാൽ കുറച്ച് ഞാൻ കുറച്ച് ഡിസൈനുകളൊക്കെ വാട്സപ്പ് ചെയ്ത് തരാം, അതൊക്കെ എനിക്കൊന്ന് മെയിലിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് തരണം കേട്ടാന്ന് പറയും. അതൊക്കെ ചെയ്തു തരാമെന്ന് പറയും. അല്ല, രണ്ടാമത്തെ സർപ്രൈസ് ഇത് ചോദിച്ചില്ലല്ലോ എന്ന് പറയും. അയ്യോ സോറി, ഞാനത് മറന്നു എന്ന് പറയും. അങ്ങനെ രണ്ടാമത്തെ സർപ്രൈസ് കയ്യിൽ കൊടുത്തിട്ട് പറയും നൈറ്റി എന്ന് പറയും. നൈറ്റിയോ, ഇതെന്തിനാ എനിക്ക് എന്ന് പറയും. ഇടാൻ പെട്ടെന്നുള്ള ഓടിപ്പറവിൽ നിധി നല്ല ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടാവില്ലല്ലോ, ഇതൊക്കെ തന്നെ ഇടുന്ന കണ്ടപ്പോൾ വാങ്ങിയതാണ്. അയ്യോ എനിക്ക് വേണ്ടിയൊന്നും വാങ്ങുന്നു ചെയ്യരുതിട്ടാ, ഒന്നാമത്തെ കാര്യം ഞാൻ നൈറ്റി ഒന്നും ഉപയോഗിക്കില്ല എന്ന് പറയും. ഇത് തിരിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞ് വേഗം കൊടുക്കും. ആണോ എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് സുധീഷിന് ഡ്രൈവിങ് ചെയ്യുന്നു. അപ്പം ഒരു മേഡത്തിനെയും കൊണ്ട് പോകണം. അപ്പോൾ മേഡത്തിനോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ കല്യാണം കഴിച്ചു എന്ന് പറയും. അപ്പം ഇനി എപ്പോൾ ഓട്ടത്തിന് വിളിച്ചാലും വരാമെന്ന് പറയും. അങ്ങനെ അവരോട് ചോദിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് നൈറ്റി ഒന്നും ഇഷ്ടമല്ലേന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോഴത്തെ പെൺപിള്ളേർ ആരെങ്കിലും നൈറ്റി ഇടുമോ സുധീഷേ? 50 കഴിഞ്ഞ സ്ത്രീകൾ വരെ
നൈറ്റ് ഇടാനാ മാന്തിക്കണെന്ന് പറയും. ആണോ, ഞാൻ അതൊന്ന് ട്രെൻഡെന്ന് വിചാരിച്ച് എൻ്റെ ഭാര്യയ്ക്ക് 2 നൈറ്റ് വാങ്ങിക്കൊടുത്തു. ആ വെറുതെ അല്ല, സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് ആ കുട്ടിയുടെ ഇഷ്ടമൊന്നും ചോദിച്ചില്ലേന്ന് പറയും. ഇല്ല, ധൃതിയിൽ ഓടിപ്പോകുന്നതല്ലേ എന്നൊക്കെ പറയും. അപ്പം നൈറ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി കേട്ടോ, അവരെടുത്ത് തരും എന്ന് പറയും. അതേല്ലേ, നൈറ്റ് ഡ്രസ്സ് അല്ലേ, ഓക്കെ എന്ന് പറയും. അതിന് ശേഷം വീണ്ടും ഒരു പൊതിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നികേഷ് അവിടെ ഇരിക്കേണ്ടത്, എന്താ കയ്യിലൊരു കവറൊക്കെ ഉണ്ടല്ലോ, ഇതിന് ഇതിക്കൊരു സർപ്രൈസ് ഉണ്ടാ, ഇത് ഞാൻ എങ്ങനെ കൊടുക്കണം, ആദ്യമായിട്ട് കൊടുക്കണ സമ്മാനമല്ലേ സർപ്രൈസ്, എന്തെന്ന് പറഞ്ഞ് കൊടുക്കണം, ഒരു റൊമാൻറ്റിക്കൊക്കെ ആയി കൊടുക്കുമെന്ന് പറയും. എന്തായാലും ഞാനിവിടെ ഇരിക്കല്ലേ, ആദ്യം ഇവിടെ പരീക്ഷിക്ക്, കണ്ട് വിജയിച്ചാൽ അവിടെ പോയി പറയാമെന്ന് പറയും. അങ്ങനെ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ ആദ്യമായിട്ട് വാങ്ങിത്തരുന്ന ഒരു സമ്മാനം എന്ന് പറയും. അപ്പോൾ മുറിയിൽ നിന്ന് ഭാസ്കരൻ വരികയായിരിക്കുള്ളൂ. ഭാസ്കരൻ ഇങ്ങനെ ആലോചിക്കുന്നത്, എനിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് നോക്കി ഭാസ്കരനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പിന്നീട് രാത്രി പ്രൊമോയിൽ കാണിക്കുന്നത് രാത്രി ചേട്ടനും അനിയനും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ നികേഷ് ഹരീഷ് ഭയങ്കര കോളേജിലൊക്കെ പോയിട്ടുണ്ട്, ഭയങ്കര പഠിപ്പുകാരനെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഓരോ നോണൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടത്തിനോട് അപ്പോൾ അതൊക്കെ തിരുത്തി പറയണം, എനിക്ക് എന്നെ പറ്റി നോണ പറയുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. അതിന് ശേഷം പിന്നീട് നിധിയും സുധീഷും കൂടെ സംസാരിക്കുമ്പോൾ ഇനി എനിക്ക് ഇങ്ങനത്തെ സമ്മാനങ്ങളൊന്നും മേടിച്ചുകൊണ്ട് വരരുത്, ഒന്നാമത്തെ കാര്യം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്, ഇനി ഒന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല സോറിയൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നിധി ആകെ ഞെട്ടി ധരിക്കുന്ന ഒരു ഭാഗം, അതായത് നൈറ്റ് ഡ്രസ്സായിട്ടുള്ള ആ ബനിയനും ആ ലേഡീസിൻ്റെ പാൻറ്റൊക്കെ ഇട്ട് നമ്മുടെ ഭാസ്കരൻ വാതിൽ തുറന്ന് ഹാളിലേക്ക് വരുന്ന ഒരു ഭാഗത്തോട് വേണം പ്രമോ അവസാനിക്കുന്നത്. അത് കണ്ടിട്ട് നിധിയൊക്കെ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.